ശരണം അയ്യപ്പ. അയ്യപ്പൻ്റെ പൊൻപൂങ്കാവനത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുകയാണ്. നോക്കൂ, ശബരിമല കാനന ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കുന്നുകളാണ്. ഇതിൽ പൊന്നമ്പലമേട്ടിലാണ് വൈകുന്നേരം മകരവിളക്ക് തെളിയാൻ പോകുന്നത്. ആ പൊന്നമ്പലമേടിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ശബരിമല ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമാണ് പൊന്നമ്പലമേട്. ഈ പൊന്നമ്പലമേട്ടിൽ നിന്നാൽ ശബരിമല ശ്രീകോവിലിനുള്ളിലെ വിളക്കുകൾ കാണാൻ സാധിക്കും. അങ്ങനെ വൈകുന്നേരം ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുന്ന വേളയിൽ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായ പൊന്നമ്പലമേട്ടിൽ ദിവ്യജ്യോതി തെളിയുന്നു. ആ അസുലഭ നിമിഷത്തിനായാണ് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തർ പൊന്നമ്പലമേട് ദൃശ്യമാകുന്ന ഏതൊക്കെ സ്ഥലങ്ങളുണ്ടോ അവിടെയെല്ലാം പർണശാലകൾ തീർത്തും അല്ലാതെയും തമ്പടിച്ചിരിക്കുന്നത്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് മറ്റ് വിശേഷാൽപ്പെട്ട ചടങ്ങുകൾ ഈ മാസം 11-ാം തീയതി തന്നെ ആരംഭിച്ചിരുന്നു. അതിലൊന്നാണ് എരുമേലി പേട്ടതുള്ളൽ. എരുമേലി കൊച്ചമ്പലത്തിൽ നിന്നും ആരംഭിച്ച് പിന്നീട് വലിയമ്പലത്തിലെത്തുന്ന 2 വിഭാഗക്കാരുടെ പേട്ടതുള്ളലിനെ പറ്റി നമുക്കറിയാം. ആദ്യം അമ്പലപ്പുഴ സംഘത്തിൻ്റെ പേട്ടകെട്ടലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് വൈകുന്നേരം ആലങ്ങാട് സംഘം നടത്തുന്ന പേട്ടതുള്ളൽ. അങ്ങനെ ജനുവരി മാസം 11-ാം തീയതി ധനുമാസം 27-ന് എരുമേലിയിൽ 2 വിഭാഗങ്ങളുടെ പേട്ടതുള്ളലുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് 12-ാം തീയതിയാണ് ധനുമാസം 28-ാം തീയതി പന്തളം വലിയ കോവിക്കൽ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണ പേടകങ്ങൾ ശബരിമല സന്നിധാനം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ഏതാണ്ട് 13 വില്ലേജുകൾ താണ്ടി 83 കിലോമീറ്റർ പിന്നിട്ട് പരമ്പരാഗത കാനന പാതയിലൂടെ ശബരിമലയിലേക്ക് എത്തുകയാണ് തിരുവാഭരണ പേടകങ്ങൾ. ഇപ്പോൾ തിരുവാഭരണ പേടകങ്ങൾ നടത്തുന്ന യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഗൂഗിൾ രമേശാണ് ഉള്ളത്. ഗൂഗിൾ, കഴിഞ്ഞ 3 ദിവസമായി ഗൂഗിൾ തിരുവാഭരണത്തിനൊപ്പമുണ്ട്. പന്തളം വലിയ കോവിക്കൽ കൊട്ടാരത്തിൽ നിന്നും ഈ യാത്ര ആരംഭിക്കുന്ന വേള മുതൽ പ്രേക്ഷകരിലേക്ക് തിരുവാഭരണ ഘോഷയാത്രയുടെ വിശേഷങ്ങൾ എത്തിക്കുന്നത് ഗൂഗിളാണ്. ഗൂഗിൾ ഇപ്പോൾ കാനനപാതയിലൂടെയുള്ള യാത്രയിലായിരിക്കുമല്ലോ തിരുവാഭരണ പേടകങ്ങൾ. കാരണം സമയം ഇപ്പോൾ ഏതാണ്ട് 3 മണി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ ശരംകുത്തിയിലേക്ക് എത്തുകയാണ്. പിന്നീട് ശരവേഗത്തിൽ തിരുവാഭരണ പേടകങ്ങൾ ശബരിമല സന്നിധാനത്തേക്ക് എത്തും. ഇപ്പോൾ കാനനപാതയിലൂടെയുള്ള യാത്രാമധ്യയാണോ തിരുവാഭരണ പേടകങ്ങൾ ഗൂഗിൾ? അതെ ഗൂഗിൾ, അതെ ഗൗതം. നിലവിൽ ഇന്ന് അവസാന ദിവസത്തെ യാത്ര ലാഹയിലെ വനം വകുപ്പിൻ്റെ സത്രത്തിൽ നിന്നാണ് ആരംഭിച്ചത്. സത്രത്തിൽ നിന്നും പ്ലാപ്പള്ളി, നിലയ്ക്കൽ, അട്ടത്തോട് പിന്നിട്ട് പരമ്പരാഗത കാനനപാത വഴി ശബരിമല ലക്ഷ്യമാക്കി ഇപ്പോൾ ഈ തിരുവാഭരണ പേടകങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ നീലിമല ഭാഗത്തേക്കായിരിക്കും ഈ വനപാതയിൽ നിന്നും തിരുവാഭരണ പേടകങ്ങൾ എത്തിച്ചേരുന്നുണ്ടാവുക. നീലിമലയിൽ നിന്നും പിന്നീട് പരമ്പരാഗത കാനനപാത വഴി തന്നെ മുകളിലേക്ക് വരും. തുടർന്ന് ശരംകുത്തിയിൽ 5 മണിയോടുകൂടി ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തിച്ചേരും. അവിടെ തന്ത്രിയുടെ അനുജ്ഞ വാങ്ങിക്കൊണ്ട് ഇതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, തിരുവാഭരണ പേടകങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സംഘം ആ സമയം 18-ാം പടി ഇറങ്ങി ശരംകുത്തിയിലേക്ക് വരും. തുടർന്ന് ശരംകുത്തിയിൽ അവരവിടെ കാത്തു നിൽക്കും. തിരുവാഭരണ പേടകങ്ങൾ ശരംകുത്തിയിലേക്ക് എത്തുമ്പോൾ അതിന് ആചാരപരമായിട്ടുള്ള സ്വീകരണം നൽകിക്കൊണ്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി, ശരണം മന്ത്രഘോഷങ്ങളുടെയൊക്കെ അകമ്പടിയോടുകൂടി സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണ പേടകങ്ങളെ ആനയിക്കും. തുടർന്ന് 18-ാം പടി കയറി തിരുവാഭരണ പേടകങ്ങൾ ശബരീശ സന്നിധിയിൽ എത്തിച്ചേരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ പേടകം മാത്രം സോപാനപ്പടിയിലൂടെ ശ്രീകോവിലിന് സമീപത്തേക്ക് എത്തും. ക്ഷേത്രം തന്ത്രിയും മേൽശാന്തിയും ചേർന്നുകൊണ്ട് ആ 1-ാമത്തെ പേടകത്തിൽ ശ്രീകോവിലിനുള്ളിലേക്ക് സ്വീകരിക്കും. തുടർന്ന് നടയടയ്ക്കുകയാണ്. ആ നടയടയ്ക്കുന്ന വേളയിൽ അകത്ത് ആ ഭഗവാന് ഈ 1-ാമത്തെ പേടകത്തിലുള്ള ആ തിരുവാഭരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആ അയ്യപ്പൻ്റെ അമൂല്യങ്ങളായിട്ടുള്ള ആഭരണങ്ങൾ ആ അയ്യപ്പ വിഗ്രഹത്തിൽ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അണിയിക്കും. തുടർന്ന് 6:30 ദീപാരാധന പൂർത്തിയാക്കി ക്ഷേത്ര നട തുറക്കുമ്പോൾ ആ തിരുവാഭരണങ്ങൾ ചാർത്തിയിട്ടുള്ള പന്തള രാജകുമാരനായിട്ടുള്ള അയ്യപ്പനെയായിരിക്കും തീർത്ഥാടകർക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുക. അതോടൊപ്പം തന്നെ വില്ലാളി വീരനായിട്ടുള്ള വീരമണികണ്ഠനായിട്ടുള്ള അയ്യപ്പനെയായിരിക്കും
തീർത്ഥാടകർക്ക് ദർശിക്കാനായിട്ട് സാധിക്കുക. അതേ വേളയിൽ തന്നെയാണ് അങ്ങ് ശ്രീകോവിലിന് കിഴക്ക് ഭാഗത്ത് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി 3 തവണ തെളിഞ്ഞ് കത്തുന്ന ഒരു ദൃശ്യവും ആ സമയത്ത് തന്നെയാണ് സംഭവിക്കുന്നുണ്ടാവുക. ഒരേ സമയം ദീപാരാധന പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാ ലക്ഷോപലക്ഷം തീർത്ഥാടകർ നേരെ എതിർഭാഗത്തേക്ക് തിരിഞ്ഞ് പൊന്നമ്പലമേട്ടിലേക്ക് അവരുടെ കണ്ണുകൾ പോകും. ആ സമയത്ത് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി ദർശനമുണ്ടാകും. ഒപ്പം ആകാശത്ത് മകരനക്ഷത്രവും അതേ സമയത്ത് തന്നെയാണ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നത്. ആ ഒരു അസുലഭ നിമിഷങ്ങൾക്ക് വേണ്ടി, അതായത് തീർത്ഥാടകരൊക്കെ ദിവസങ്ങളായി അല്ലെങ്കിൽ ഒരു വർഷത്തോളമായിട്ട് കാത്തിരിക്കുന്നത് ഈ പൊന്നമ്പലമേട്ടിലെ ആ മകരജ്യോതി ദർശനത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. അത് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ആ നിമിഷം അണയുവാനായിട്ട് ഇനി ഏകദേശം മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ചടങ്ങ്, ശബരിമല തീർത്ഥാടനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് മകരവിളക്ക് ദർശനം എന്ന് പറയുന്നത്. ആ മകരവിളക്ക് ദർശനത്തിന് വേണ്ടി ഇനി ഏകദേശം നിമിഷങ്ങൾ മാത്രം കാത്തിരുന്നാൽ മതിയാകും. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ അവസാന ഘട്ടത്തിൽ തന്നെയാണ്. ഏറെക്കുറെ പൂർത്തീകരിച്ചിട്ടുണ്ട് പല ഭാഗങ്ങളിലും. പ്രത്യേകിച്ച് ഈ മകരജ്യോതി ദർശനം കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ട് സന്നിധാനത്തും പൂങ്കാവനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും തീർത്ഥാടകർ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പർണശാലകളൊക്കെ കെട്ടി കാത്തിരിക്കുകയാണ്. ആ ഭാഗങ്ങളിലൊക്കെ കൃത്യമായിട്ട് ആ മകരജ്യോതി ദർശനം കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ തിരുവാഭരണ പേടകങ്ങൾ അത് സന്നിധാനത്ത് എത്തിച്ചേരുന്ന ആ ഒരു നിമിഷത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവുക, സന്നിധാനം കേന്ദ്രീകരിച്ചുകൊണ്ട്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. തിരുവാഭരണ പേടകം അതിൻ്റെ യാത്ര അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 12-ാം തീയതി പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും ശ്രീകൃഷ്ണ പരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറന്ന ആ നിമിഷം അവിടെ നിന്നും യാത്ര ആരംഭിച്ചതാണ്. കിലോമീറ്ററുകൾ താണ്ടി കാനനപാതയും കല്ലും മുള്ളും കാനനവും ഒക്കെ താണ്ടി അതിൻ്റെ യാത്ര അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2-3 നാൾ നീണ്ടു നിൽക്കുന്ന യാത്രയാണ്. അവസാന ദിവസത്തെ യാത്രയാണ്. ഇന്ന് രാവിലെ പുലർച്ചെ 2 മണിക്ക് ലാഹ സത്രത്തിൽ നിന്ന് ആരംഭിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ ഈ തിരുവാഭരണം ഇറക്കി വെച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ 11ഓളം കേന്ദ്രങ്ങളിൽ തിരുവാഭരണം തുറന്ന് തീർത്ഥാടകർക്ക് കാണുവാനായിട്ടും കണ്ടു തൊഴുവാനായിട്ടും അവസരമുണ്ടായിരുന്നു. ആ കേന്ദ്രങ്ങളിലൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് തീർത്ഥാടകർ തിരുവാഭരണത്തെ കണ്ടു തൊഴുത് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി അതിന് പറയർപ്പിച്ചു, വഴിപാടുകൾ അർപ്പിച്ചുമൊക്കെയാണ് അങ്ങനെ സന്നിധാനത്തേക്ക് അയ്യപ്പൻ്റെ തിരുമുൻപിലേക്ക് ആ തിരുവാഭരണ പേടകങ്ങളെ യാത്രയാക്കിയിരിക്കുന്നത്. മരുതുവന ശിവൻകുട്ടിയാണ്, അദ്ദേഹമാണ് ആ തിരുവാഭരണ പേടക സംഘത്തിൻ്റെ ഗുരുസ്വാമി. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള 40 അംഗ സംഘമാണ് തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റി അയ്യപ്പൻ്റെ സന്നിധിയിൽ എത്തിക്കുവാനായിട്ട് നിയോഗം ലഭിച്ചിട്ടുള്ള ആളുകൾ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പേടകം അത് ഗുരുസ്വാമി തന്നെ ശിരസിലേറ്റി അയ്യപ്പൻ്റെ കാൽക്കൽ എത്തിക്കുകയാണ്. ഒന്നാമത്തെ പേടകം മാത്രമാണ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരീശ ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. 2-3 പേടകങ്ങൾ നേരെ മണിമണ്ഡപം ലക്ഷ്യമാക്കിയിട്ടാണ് സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞാൽ യാത്രയാവുക. ഒന്നാമത്തെ പേടകത്തിൽ അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങളാണെങ്കിൽ രണ്ടാമത്തെ പേടകത്തിൽ കലശാഭിഷേകത്തിനുള്ള സ്വർണ്ണക്കുടങ്ങളും വെള്ളി കെട്ടിയ ശംഖുമടക്കമുള്ള പൂജാപാത്രങ്ങളാണ് രണ്ടാമത്തെ പേടകത്തിലുള്ളത്. മൂന്നാമത്തെ പേടകത്തിൽ അയ്യപ്പൻ്റെ എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ടുള്ള കൊടിക്കൂറകളാണ്. അതായത് മണിമണ്ഡപത്തിൽ നിന്നും അടുത്ത 21-ാം തീയതി മുതൽ ആരംഭിക്കുന്ന എഴുന്നള്ളിപ്പ് ചടങ്ങുകൾക്ക് ഉയർത്തുന്ന കൊടികളാണ് മൂന്നാമത്തെ പേടകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 2-3 പേടകങ്ങൾ മണിമണ്ഡപത്തിലേക്ക് പോകും. ഒന്നാമത്തെ പേടകം നേരെ ശ്രീകോവിലിനുള്ളിലേക്കും പോകും. ഒപ്പം ഈ മകരവിളക്ക് ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള സുപ്രധാനമായിട്ടുള്ള ചടങ്ങുകൾ ശബരിമലയിൽ മണിമണ്ഡപം കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അയ്യപ്പൻ്റെ സമാധി സ്ഥാനമെന്ന് കണക്കാക്കുന്ന സ്ഥലമാണ് മണിമണ്ഡപം. ഒപ്പം ശ്രീകോവിലിനോളം തന്നെ പ്രാധാന്യം ഉള്ള ഒരു സ്ഥലം കൂടിയിട്ടാണ് ഈ മണിമണ്ഡപം എന്ന് പറയുന്നത്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇതിനുശേഷം മകരവിളക്കിന് ശേഷമുള്ള ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ടാവുക. മണിമണ്ഡപത്തിൽ കളമെഴുത്തും പാട്ടും അയ്യപ്പൻ്റെ വിവിധ ഭാഗങ്ങൾ അത് പ്രകൃതി ചായക്കൂട്ടിൽ അവിടെ കളമെഴുതുന്ന ചടങ്ങുണ്ട്. അതൊക്കെ നടത്തുവാനായിട്ട് പരമ്പരാഗതമായിട്ട് അവകാശം സിദ്ധിച്ച ആളുകൾ തന്നെയാണ് അത് നടപ്പാക്കുന്നത്. അതുകൂടാതെ എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം മണിമണ്ഡപത്തിൽ നിന്നും അയ്യപ്പൻ ജീവതയിൽ എഴുന്നള്ളി കൊടിമര ചുവടിൽ വരെ വന്ന് തിരികെ പോകുന്ന ആ ഒരു സുപ്രധാനമായിട്ടുള്ള ചടങ്ങുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസമാണ് ആ എഴുന്നള്ളിപ്പ്. കൊടിമര ചുവട്ടിൽ നിന്നല്ല, അത് അങ്ങ് ശരംകുത്തി വരെ നീളുന്ന ചടങ്ങ്. അതായത് ഒരു വർഷത്തെ മണ്ഡല മകരവിളക്ക് പൂജകളൊക്കെ പൂർത്തിയാക്കി തൻ്റെ അവസാന ഭക്തനെയും അദ്ദേഹം അയ്യപ്പൻ ശരംകുത്തി വരെ കൊണ്ടുചെന്ന് യാത്രയാക്കി തിരികെ മൂകമായിട്ടുള്ള അന്തരീക്ഷത്തിൽ തിരികെ സന്നിധാനത്തേക്ക് വരുന്ന ചടങ്ങ്. അതായത് അങ്ങോട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ശരംകുത്തി വരെ ആ എഴുന്നള്ളിപ്പ് പോകും. തിരികെ ഒരു വാദ്യമേളങ്ങളും ഇല്ലാതെ നിശബ്ദമായിട്ട് ആ ഒരു എഴുന്നള്ളിപ്പ് തിരികെ സന്നിധാനത്ത് എത്തിച്ചേരുന്ന ഒരു അപൂർവമായിട്ടുള്ള ചടങ്ങാണ്. അത് 19-ാം തീയതിയോട് കൂടിയിട്ടാണ് ശബരിമലയിൽ നടക്കുന്നത്. തുടർന്ന് 20-ാം തീയതി രാവിലെയാണ് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത്. അതായത് രാജപ്രതിനിധിയായിട്ട് ശബരിമലയിലേക്ക് എത്തുന്ന പുണർദന്നാൾ നാരായണവർമ്മ തമ്പുരാൻ, അദ്ദേഹം അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണ്. ആ പിതാവും പുത്രനായിട്ടുള്ള മണികണ്ഠനും മാത്രം തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്ന ഒരു അപൂർവ നിമിഷമാണ്. അത് 20-ാം തീയതി പുലർച്ചെ 6 മണിയോട് കൂടിയിട്ടാണ് ആ ചടങ്ങ് ശബരിമലയിൽ നടക്കുന്നുണ്ടാവുക. ആ സമയത്ത്
പന്തള രാജാവും പുത്രനായിട്ടുള്ള മണികണ്ഠനും മാത്രമായിരിക്കും തമ്മിൽ കാണുന്നുണ്ടാവുക. അവർക്കിടയിൽ മറ്റാളുകൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. ക്ഷേത്രം തന്ത്രിയോ മേൽശാന്തിയോ പോലും ആ സമയത്ത് ശ്രീകോവിലിൻ്റെ പരിസരത്ത് ഉണ്ടാവുകയില്ല. അതായത് വില്ലാളി വീരനായിട്ടുള്ള മകനെ കണ്ടു തൊഴുത് യാത്ര പറഞ്ഞ് ആ രാജാവ് തിരികെ മലയിറങ്ങുന്ന ഒരു സുലഭമായിട്ടുള്ള ചടങ്ങാണ്. ആ സമയത്ത് യാത്ര പറഞ്ഞ് അദ്ദേഹം മടങ്ങാൻ ഒരുങ്ങുമ്പോൾ ക്ഷേത്രം മേൽശാന്തി ക്ഷേത്ര ശ്രീകോവിൽ പൂട്ടി താക്കോല് പന്തള രാജാവിനെ ഏൽപ്പിക്കും. തുടർന്ന് ആ താക്കോൽ കൂട്ടവുമായിട്ട് പന്തള രാജാവ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള ഉടവാളും കയ്യിലേന്തിക്കൊണ്ട് ആചാരപരമായിട്ട് 18-ാം പടി ഇറങ്ങും. 18-ാം പടിക്ക് ചുവട്ടിൽ വെച്ചുകൊണ്ട് ആ താക്കോൽ കൂട്ടം തിരികെ മേൽശാന്തിയെ അദ്ദേഹം ഏൽപ്പിച്ച് തിരുവാഭരണങ്ങളുമായിട്ട് പന്തള രാജാവ് മലയിറങ്ങും. അതോടുകൂടി ഒരു വർഷം നീണ്ടുനിന്ന മണ്ഡല മകരവിളക്ക് പൂജകൾക്ക് പരിസമാപ്തിയാവുകയാണ് ശബരിമലയിൽ. ഒപ്പം അദ്ദേഹം തിരുവാഭരണങ്ങളുമായിട്ടാണ്, അതായത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന പന്തളം കൊട്ടാരത്തിൽ നിന്നും തൻ്റെ മകന് അണിയിക്കുവാൻ വേണ്ടി കൊണ്ടുപോകുന്ന തിരുവാഭരണങ്ങൾ അതിനുശേഷം ആ ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി ആ വില്ലാളി വീരനായിട്ടുള്ള തിരുവാഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന മകനെ ദർശിച്ച് അതിൻ്റെ സായുജ്യം അണഞ്ഞതിന് ശേഷം അദ്ദേഹം ആ തിരുവാഭരണങ്ങളുമായിട്ട് മടക്കയാത്ര പന്തളത്തേക്ക് ആരംഭിക്കും. തിരികെ പന്തളത്തേക്ക് വരുന്ന വഴിയും ഈ തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേറ്റിക്കൊണ്ട് തന്നെയാണ് പോയതുപോലെ തന്നെയാണ് കാൽനടയായി തന്നെ അതേ പാതകൾ താണ്ടി തന്നെയാണ് തിരികെ പന്തളത്തേക്കുള്ള യാത്രയും. തിരികെ വരുന്ന വഴി പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രമുണ്ട്. അവിടെ അവിടുത്തെ അയ്യപ്പ വിഗ്രഹത്തിൽ 21-ാം തീയതി ഉച്ചയ്ക്ക് 12:30 മണി മുതൽ രാത്രി 2 മണി വരെയുള്ള സമയത്ത് അവിടുത്തെ അയ്യപ്പന് ഈ തിരുവാഭരണങ്ങൾ ചാർത്തും. അത് കണ്ടു തൊഴുന്നതിന് വേണ്ടിയിട്ടും എല്ലാ വർഷവും നൂറുകണക്കിന് ഭക്തർ പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്താറുള്ളതാണ്. 21-ാം തീയതി അവിടെ നിന്നും രാത്രി വീണ്ടും യാത്ര ആരംഭിക്കും തിരുവാഭരണ പേടകം. തുടർന്ന് ആറന്മുള കൊട്ടാരത്തിൽ 22-ാം തീയതി എത്തും. 22-ാം തീയതി ആറന്മുള കൊട്ടാരത്തിലും തുറന്ന് തീർത്ഥാടകർക്ക് ഈ അയ്യപ്പ ചൈതന്യമുള്ള ആ തിരുവാഭരണങ്ങൾ കണ്ടു തൊഴുവാനായിട്ടുള്ള അവസരമുണ്ട്. തുടർന്ന് 23-ാം തീയതി പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ ഈ തിരുവാഭരണ പേടകങ്ങൾ തിരികെ എത്തും. തിരികെ എത്തുന്ന രാജപ്രതിനിധിക്കും ആ തിരുവാഭരണങ്ങൾക്കും പന്തളം കൊട്ടാരം രാജകീയമായിട്ടുള്ള സ്വീകരണം നൽകിയാണ് ആനയിക്കുന്നത്. തുടർന്ന് പന്തളം സ്രാമ്പിക്കൽ കൊട്ടാരത്തിലുള്ള സ്ട്രോങ് റൂമിലേക്ക് അയ്യപ്പൻ്റെ ആ തിരുവാഭരണങ്ങൾ പിന്നീട് മാറ്റും. പിന്നീട് അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. അതായത് പന്തള രാജാവ് കാനനവാസനായിട്ടുള്ള തൻ്റെ മകനോട് അപേക്ഷിക്കുന്നതാണ് ഒരു തവണ തനിക്ക് പന്തള രാജകുമാരനായിട്ട് ഭഗവാനെ കാണാനുള്ള അവസരം. അത് ഭഗവാനോട് തന്നെ കെഞ്ചുന്ന വേളയിൽ ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചതാണ്. വർഷത്തിൽ ഒരു തവണ അങ്ങ് തിരുവാഭരണങ്ങളുമായിട്ട് മലമുകളിലേക്ക് 18 മലകൾക്ക് നടുവിലേക്ക് പോരുക, മലമുകളിലേക്ക് പോരുക, അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരാമെന്ന് ഭഗവാൻ അയ്യപ്പൻ പന്തള രാജാവിന് വരമരുളിയതിൻ്റെ ആ ഒരു ഐതിഹ്യത്തിലാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയും തുടർന്ന് ആ വില്ലാളി വീരനായി മാറുന്ന അല്ലെങ്കിൽ തിരുവാഭരണങ്ങൾ അണിഞ്ഞ തേജസ്സുള്ള മണികണ്ഠനായിട്ട് പന്തള രാജകുമാരനായിട്ട് അയ്യപ്പൻ മാറുന്ന ചടങ്ങുകളുമൊക്കെ അതുമായി ബന്ധപ്പെട്ട കഥകളും ഐതിഹ്യങ്ങളുമൊക്കെയാണ് നിലനിൽക്കുന്നത്. ഏതായാലും ഐതിഹ്യവും ചരിത്രവും അതോടൊപ്പം തന്നെ ആത്മീയതയും ഒക്കെ ആ പരകോടിയിലെത്തുന്ന ആ ഒരു നിമിഷത്തിലേക്കാണ് ഇപ്പോൾ ശബരിമല മാറാനായിട്ട് ഒരുങ്ങുന്നത്. ഇനി നിമിഷങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള അയ്യപ്പനെ കണ്ടു തൊഴാൻ ആ ദിവ്യരൂപം കണ്ട് ഒരു നോക്ക് കാണുവാനും മനസ്സിൽ ഉൾക്കൊള്ളുവാനുമായിട്ട് ഭക്തലക്ഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ ശബരിമലയിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം 10,000-കണക്കിന് തീർത്ഥാടകർ ഇപ്പോൾ തന്നെ ശബരിമലയുടെ സന്നിധാനത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിൽ ആ മകരജ്യോതി ദർശനം കാണുവാനും അയ്യപ്പൻ്റെ തിരുരൂപം കാണുവാനും ഒക്കെ ഇപ്പോൾ തന്നെ ദിവസങ്ങളായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതുമാത്രമല്ല പൂങ്കാവനത്തിൻ്റെ പല ഭാഗങ്ങളിലും എവിടെയൊക്കെ മകരജ്യോതി ദർശനം സാധ്യമാകുമോ അവിടെയൊക്കെ തീർത്ഥാടകർ തമ്പടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ അവരുടെ കൃത്യമായിട്ടുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ, കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അത് ദേവസ്വം ബോർഡിൻ്റെയും പോലീസിൻ്റെയും മറ്റ് സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നും നൽകി വരികയും ചെയ്യുന്നുണ്ട്. കാരണം ഇത് കാനനമാണ്. കാനനത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് തീർത്ഥാടകർ ഇത്തരത്തിൽ കൂട്ടത്തോടെ നിൽക്കുന്നത്. ആ കാനനത്തിന് ഒട്ടും ഭംഗം വരാത്തുള്ള രീതിയിൽ അല്ലെങ്കിൽ നാശനമൊന്നും സംഭവിക്കാത്ത രീതിയിൽ അവരോട് കൃത്യമായിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്നതിലടക്കം നിയന്ത്രണങ്ങൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീ ഉപയോഗിക്കുന്നതിലടക്കം ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദർശനം അല്ലെങ്കിൽ മകരജ്യോതി ദർശനം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ തീർത്ഥാടകരോട് മലയിറങ്ങുവാനും അതാത് ഗ്രാമങ്ങളിലേക്ക് അവരവരുടെ ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോകുവാനുമുള്ള നിർദ്ദേശം കൃത്യമായിട്ട് നൽകുന്നുണ്ട്. കാരണം വീണ്ടും തീർത്ഥാടകർ അവിടെ തമ്പടിക്കുകയാണെങ്കിൽ ഇനി ഈ മുകളിലേക്ക് വരാനുള്ള അല്ലെങ്കിൽ ദർശനത്തിനായിട്ട് താഴെ കാത്തു നിൽക്കുന്ന അനവധി ആയിരക്കണക്കിന് 10,000-കണക്കിന് തീർത്ഥാടകരുണ്ട്. അവരൊക്കെ കയറുന്ന വേളയിൽ വീണ്ടും സന്നിധാനം തിരക്കിലമരും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള തീർത്ഥാടകരെ പരമാവധി വേഗത്തിൽ തന്നെ മലയിറക്കി അവരുടെ നാടുകളിലേക്ക് മടക്കി അയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് നൽകി വരുന്നുണ്ട്. പോലീസ് അടക്കമുള്ള സുരക്ഷാ സേനകൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളിൽ ഇടപെടുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്തായാലും ആ ഒരു മാനേജ്മെൻറ്റ് അതല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെൻറ്റ് അത് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള കാര്യം മുൻ പരിചയമുള്ളതാണ്. അതൊക്കെ അതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അധികൃതരടക്കം വ്യക്തമാക്കി കഴിയുകയും ചെയ്തിട്ടുണ്ട്.
എന്തായാലും പൊന്നമ്പലമേടും ഒപ്പം സന്നിധാനവും പരിസര പ്രദേശങ്ങളുമൊക്കെ ആ മകരജ്യോതി ദർശനത്തിന് വേണ്ടിയിട്ട് കണ്ണുനട്ട് കാത്തിരിക്കുകയാണ്. തിരുവാഭരണ പേടകങ്ങൾ അല്പസമയത്തിനകം തന്നെ ശബരിമല തൊടും. അതിൻ്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തും. നീലിമലയിലേക്കാണ് നേരെ കാനനപാത വഴി കടന്ന് എത്തുന്നത്. ഒപ്പം അതിനുശേഷം നീലിമലയിൽ നിന്ന് ശരംകുത്തി വഴി സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണങ്ങൾ എത്തുകയും ചെയ്യും. എന്തായാലും ഇന്ന് വൈകിട്ട് 6:30യോടുകൂടി ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ പ്രയാണം പൂർത്തിയാകും. നേരെ ശ്രീകോവിലിന് ഈ തിരുവാഭരണങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മകരജ്യോതി ദർശനം അടക്കമുള്ളവ അത്തരം രീതിയിലുള്ള ചടങ്ങുകളാണ് നടക്കുന്നത്. ഒപ്പം ഈ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നു മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശബരിമലയിലെ പരമ്പരാഗതമായിട്ടുള്ള ഗോത്ര പാരമ്പര്യമുള്ള ആചാരങ്ങൾ അതും കണ്ടു തൊഴുവാനായിട്ട് തീർത്ഥാടകർക്ക് അവസരമുണ്ട്. അത് ശബരിമലയുടെ മാത്രം സവിശേഷമായിട്ടുള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും ചടങ്ങുകളും ഒക്കെയാണ് ഇനി നടക്കാനായിട്ടിരിക്കുന്നത്. എന്തായാലും ആ ചടങ്ങുകളൊക്കെ കണ്ടു തൊഴുന്നതിന് വേണ്ടി ഭക്തസഹസ്രങ്ങൾ വരുന്ന ദിവസങ്ങളടക്കം ശബരിമലയിലേക്ക് എത്തും. 19-ാം തീയതി വൈകിട്ട് മാളികപ്പുറത്ത് ഗുരുതി ചടങ്ങുകൾ കൂടി നടക്കും. ആ ചടങ്ങുകൾ നടക്കുന്നതോട് കൂടിയിട്ടാണ് ആ ചടങ്ങുകൾ അല്ലെങ്കിൽ ഈ പൂജാപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ ഒരു വർഷത്തെ ചടങ്ങുകൾ അവസാനിക്കുന്നത്. മണ്ഡല മകരവിളക്ക് പൂജകൾ അവസാനിക്കുന്നത്. തുടർന്ന് 20-ന് പുലർച്ചെ ഈ പറഞ്ഞതുപോലെ രാജപ്രതിനിധി തൊഴുതു മടങ്ങുന്ന ചടങ്ങുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു വർഷം നീണ്ട ഒരു മണ്ഡല മകരവിളക്ക് പൂജകൾക്കും ചടങ്ങുകൾക്കും ഒക്കെ അതിൻ്റെ ഏറ്റവും മൂർത്തിമത് ഭാവത്തിലേക്ക് മൂർധന്യാവസ്ഥയിലേക്ക് ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് ശബരിമല സന്നിധാനം മാറാനായിട്ട് ഒരുങ്ങുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഭക്തലക്ഷങ്ങൾ അങ്ങനെ മനം നിറഞ്ഞ് കാത്തിരിക്കുകയാണ് ഗൗതം ആ ഒരു നിമിഷത്തിന് വേണ്ടി.